കണ്ണൻ രാജൻ പി ദേവ് എന്റെ ആത്മമിത്രമായിരുന്ന രാജൻ പി ദേവിന്റെ മകനാണ്. എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല. നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിൽ കണ്ട മനസ്സിലാവത്തില്ല. ഞാനാ കാർലോസ്. അന്റെ ബോസിന് 2 ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് 1000 രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനെ ഈ മൂസ. ഒരു അതുല്യ നടന്റെ മകനല്ലേ, ആ കലാപാരമ്പര്യം കിട്ടാതിരിക്കില്ലല്ലോ. 100% കിട്ടിയിട്ടുണ്ട്. അത് തെളിയിച്ചൊരു സിനിമയല്ലേ കാവലിനുള്ള സിനിമ. കാവൽ എന്ന സിനിമയിൽ കണ്ണനൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ രാജൻ പി ദേവിനെ അവനിലൂടെ കാണുകയായി. കാവൽ എന്ന സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം വളരെ മികവുറ്റത് തന്നെയാണ്. വളരെ പക്വതയുള്ള ഒരു നടന്റെ നടന വൈഭവം ആ സിനിമയിൽ കാണാൻ സാധിച്ചു. ഒരു കാലത്ത് രാജൻ പി ദേവ് ചെയ്തിരുന്ന തരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഉയരങ്ങളിലേക്ക് കണ്ണൻ വളർന്നു വരുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പൊ കിട്ടിയതുകൊണ്ട് നിന്റെ കത്തലടക്കിക്കോണം. കവക്കിടയിലോട്ട് കയ്യും കയറ്റി ചുരുണ്ടോണം. ജോയ്മോനെ, സാമച്ചായം വന്നടാ. എന്റെ കുഞ്ഞിനെ തല്ലി പഞ്ചറാക്കി കളഞ്ഞല്ലോടാ. ആരാടാ എന്റെ കുഞ്ഞിനെ തല്ലിയത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? കേട്ടില്ലായിരുന്നു. ജോയ്മോന്റെ സാമച്ചായം. ക്രിസ്മസിന്റെ പാതിരാ കുർബാന കൂടിയിട്ടേ ബേബീനെ മേലോട്ട് എടുക്കത്തുള്ളൂ. തന്റെ ഈ കൊട്ടാരവും കക്കൂസും അടക്കം എന്റെ ലോക്കറില. സഹായത്തിനൊരുത്തം നീട്ടിത്തരുമ്പോ പിടിച്ചു കേറാനുള്ള പുത്തി കാണിക്കടി പെണ്ണെ. അമ്മച്ചിയോട് ചോദിച്ചു, നിന്റെ തന്ത ഞാൻ തന്നെയാന്ന് ആദ്യം ഉറപ്പുവരും. അതങ്ങനെയാണെങ്കിൽ നടക്കിയാൽ ഒഴിവുള്ളപ്പോ വിളിക്കാം. വേണേ റമ്മി ഒരു കൈയിരിക്കാം. കണ്ണൻ എന്തായാലും മലയാള സിനിമക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. മലയാളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളിൽ ഒരാളായ നടൻ ആണ് കണ്ണൻ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കണ്ണൻ, ഓൾ ദ വെരി ബെസ്റ്റ്. ഞാനുണ്ട് കൂടെ.